profound insights into how AI is shaping our future or the coming future. We are privileged to have with us an esteemed speaker who is none other than Mr. Amal Thomas K. I welcome you, sir. Thank you. Yeah. He is an assistant professor from the AI and Data Science Department at the Royal College of Engineering and Technology, Thrissur. He completed his PhD at IIIT Guwahati with a thesis on efficient implementation of CNN for real-time computer vision applications. He has published in top journals and holds a US patent in AI and has presented at over 10 IEEE conferences. Additionally, he received the EMEQ Fellowship from the Government of India. Today, he is here to guide us through these complex as well as fascinating frontiers. Before we begin, I would like to extend my sincere gratitude to all the participants who have gathered here tonight, and also to our esteemed speaker, Amal Thomas K. Sir, and also to the team Board Brains for making this event possible. Thank you, and I hope you find this webinar both enlightening as well as inspiring. Over to you, sir. Okay. Thank you. Thank you, Soja. Thank you for the warm welcome. And ഞാൻ അധികം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ലെറ്റ്സ് ഡൈവ് ഇൻ ടു അവർ ടോപ്പിക്. സോ സ്ക്രീന് വിസിബിൾ ആണോ നിങ്ങൾക്ക്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആൻഡ് ബിയോണ്ട് എന്നാണ്. എ വെൽവൈൻ ടൂർ ഓഫ് എ ഐസ് ന്യൂവസ്റ്റ് ഫ്രണ്ടിയേഴ്സ്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ സെഷനിൽ, നമ്മുടെ ഹാൻഡ്സ് ഓൺ സെഷന് ശേഷം സാബിൻ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിൻ്റെ റെസ്പോൺസസും കാര്യങ്ങളും. അപ്പോൾ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ സാബിനോട് ഞാൻ സംസാരിച്ചിരുന്നു, നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്മെൻറ്റ്സ് ഈ എ ഐയിൽ വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മുമ്പത്തെ സെഷൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യണത്. സോ ബേസിക്കലി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ന്യൂറാലിങ്ക് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇത് ബേസിക്കലി എന്താ പറയുക, എലോൺ മസ്ക് CEO ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്നുള്ളത്. 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ശരിക്കും ഇപ്പോൾ കറൻ്റ്ലി എ ഐയിലുള്ള ഏറ്റവും അഡ്വാൻസ്മെൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ബേസിക്കലി ഈ ന്യൂറാലിങ്ക് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എ ഐയുടെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് BCI എന്ന് പറയും, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നുള്ളത്. അപ്പോൾ ഈ BCI എന്നുള്ള നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഒരു കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഗോളാണ് ഈ കമ്പനിയുടെ ഒരു മെയിൻ അജണ്ട എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിലുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫെസിലിറ്റി. അപ്പോൾ അതുമാത്രമല്ല, ഈ ഒരു ഫെസിലിറ്റിയുടെ ഒരു വളരെ നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു ചിപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ചിപ്പ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇംപ്ലാൻറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ശരിക്ക് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് ശരിക്കും കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലും മറ്റായിട്ട് കേട്ടിട്ടുണ്ടാവും. കാരണം ന്യൂറാലിങ്കിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്, അതായത് ഈ എലോൺ മസ്കിൻ്റെ ഈ കമ്പനിക്ക് ന്യൂറാലിങ്കിൻ്റെ അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈ പിക്ചറിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതാണ് ഈ പിക്ചറിൽ കാണുന്നതാണ് ആ ചിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ന്യൂറാലിങ്കിൻ്റെ ഈ ചിപ്പ് എന്നുള്ളത്. ഇത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഇന്നോവേഷനാണ് ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു AI. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ബൈബിളിലൊക്കെ എന്താ പറയുക വായിച്ചിട്ടുണ്ടാവും, കുരുടന്മാർ കേൾക്കുന്നു, അന്ധനായിട്ടുള്ള ആളുകൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റോറി പലർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ, അതായത് ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്ക് ഐസൈറ്റ് കിട്ടുക,
അതുപോലെ തന്നെ ഡെഫായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഇയറിങ് ഫെസിലിറ്റി തിരിച്ച് എന്താ പറയുക റീഗെയിൻ ചെയ്യുക. അത്തരത്തിലുള്ള നമ്മൾ ബിബ്ലിക്കൽ സ്റ്റോറീസിൽ മാത്രം കണ്ടിട്ടുള്ള എന്താ പറയുക വി ക്യാൻ സേ മാജിക്, അത് സയൻസിൻ്റെ ആ ഒരു എക്സ്പാൻഷനോട് കൂടിയിട്ട് ഒരു റിയാലിറ്റിയിലേക്ക് വരികയാണ് ബേസിക്കലി ഈ ന്യൂറാലിങ്കിലൂടെ. ബേസിക്കലി ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വാല്യൂസ് പല ആളുകൾ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പിക്ചറിൽ കാണുന്നത് ഇതിൻ്റെ ഈ ന്യൂറാലിങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു പേഷ്യൻറ്റ്. ആ പേഷ്യൻറ്റിന് ഒരു പാരാലിസിസിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ആൾക്കൊരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ആളുടെ നെക്കിന് താഴെ പാരലൈസ്ഡായി. നെക്കിന് താഴെ പാരലൈസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ അതിനെ പാരഫ്ലീജിയ എന്നൊക്കെ പറയും. പലതരത്തിലുള്ള പാരലിസിസുകളുണ്ട് ആക്ച്വലി. നമുക്കിതിൽ നോക്കിയാൽ കാണാം, മോണോപ്ലീജിയ എന്ന് പറയും. മോണോപ്ലീജിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കയ്യിൻ്റെ ഒരു സൈഡ് മാത്രം പാരലൈസ്ഡ് ആവുക. ഹെമിഫ്ലീജിയ എന്ന് പറയും, നമ്മുടെ ബോഡിയുടെ ഒരു 50% പാരലൈസ്ഡ് ആവുക. പാരപ്ലീജിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അബ്ഡോമനിൻ്റെ കീഴിലുള്ള ഭാഗം പാരലൈസ്ഡ് ആവുക. അതുപോലെ ക്വാഡ്രപ്ലീജിയ എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്കിന് താഴെയുള്ള ഭാഗങ്ങൾ പാരലൈസ്ഡ് ആവുക. അത്തരത്തിലുള്ള പാരാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളതും വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് ആക്സിഡൻറ്റുകൾക്ക് ശേഷം. അപ്പോൾ ഇത്തരത്തിൽ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ആളുടെ പേര് നോളൻ എന്നാണ്, US ആളാണ്. ആളുടെ ബ്രെയിനിൽ ഈ ചിപ്പ് അവർ റോബോട്ടിക് സർജറി വഴി കണക്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ആൾക്ക് ഫിസിക്കലി നടക്കാനൊന്നും പറ്റില്ലെങ്കിലും ആൾക്ക് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഇതിലൊരു ചെസ്സ് കളിക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ പാരലൈസ്ഡ് ആയ ആളായിരുന്നു. ആൾക്കൊരു കാര്യം മൂവ് ചെയ്യുക, ഒരു ഓട്ടോണമസ് കാർ ഡ്രൈവ് ചെയ്യുക, അതുപോലെ തന്നെ ആളുടേതായിട്ടുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ, അത് ചിന്തിച്ചാൽ മതി. അതിൻ്റെ പല വീഡിയോസും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ നിങ്ങളതൊന്ന് നോക്കണം. ന്യൂറാലിങ്കിൻ്റെ ഫസ്റ്റ് പേഷ്യൻറ്റ് ഹു ഗോട്ട് ഇംപ്ലാന്റഡ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുടെ ബ്രെയിനിനെ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ആൾക്ക് ഈസി ആയിട്ട് ആളിങ്ങനെ ചിന്തിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെസ്സ് കളിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ D2 എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഡിയുടെ റോയിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് ആ പൗൺ മൂവ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്, നമുക്കൊരു ഓട്ടോണമസ് കാറിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് എനിക്കിങ്ങനെ ഒരു ട്രിവാൻഡ്രത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാറ് അത് റൂട്ട് ചെയ്ത് കാറിൻ്റെ ലൊക്കേഷനൊക്കെ ചെയ്ത് നമ്മളതിനെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ആളിരിക്കുന്ന വീൽ ചെയറും അങ്ങനെ ബ്രെയിൻ ഇൻ്റർഫേസ് വഴി കണക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ആൾക്ക് അത് ചിന്തിച്ചാൽ മതി. മൂവ് ചെയ്യേ, അത് ഫിസിക്കലി ആ ടയർ മൂവ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ചിന്തിക്കുന്ന രീതിയിൽ ആ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ബ്രെയിനിലുള്ള റിഫ്ലക്സുകൾ ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്തിട്ട് അത് ഈ ചിപ്പ് വഴി ആ മെഷീനിലേക്ക് കൺവെർട്ട് ആവുകയാണ് ഇതിൽ ചെയ്യണത്. അത് ഞാൻ പറയും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കൂടി പറ്റില്ല. പക്ഷേ അതിപ്പോൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഈ വർഷത്തിൻ്റെ ഒരു ഏപ്രിൽ മെയ്യോട് കൂടിയിട്ടാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് നടന്നത്. ഒരു 1 ഇയറോളം അവരുടെ ഒരു FDA അപ്രൂവൽ ഉണ്ടായിരുന്നു. FDA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഫെഡറൽ ഏജൻസിയാണ്. അമേരിക്കയുടെ ഒരു ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്. അവരാണ് ഇത്തരത്തിലുള്ള അപ്രൂവലുകളൊക്കെ കൊടുക്കുക. ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിന് ഒരുപാട് അപ്രൂവലുകളുടെ ആവശ്യമില്ല. കാരണം ഒരു ബ്രെയിനിൽ ഇൻവേസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതാണ് ബേസിക്കലി ന്യൂറാലിങ്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു വളരെ പുതിയ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില AI സഹായത്തോടു കൂടി നടന്നിട്ടുള്ള ചില മൈൽ സ്റ്റോണുകളെ ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ബ്രീഫ് ഐഡിയ. നമ്മൾ വളരെ ഒരു ഷോർട്ട് സെഷനാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈൽ സ്റ്റോൺ, ഇത്രയും വലിയൊരു ഇന്നോവേഷൻ ഇവിടെ ഉണ്ടായെന്നുള്ളത് പലർക്കും അറിയുണ്ടാവില്ല. ന്യൂറാലിങ്ക് പോലത്തെ കാര്യങ്ങൾ
നമ്മൾ പല ആളുകളും എൻ്റെ PhD ചെയ്യുന്ന അവിടുത്തെ എൻ്റെ ഒരു പ്രൊഫസർ ഈ BCI ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൽ ഒരുപാട് പേപ്പറുകളും റിസർച്ചൊക്കെ ചെയ്തിട്ടുള്ളൊരു സാറാണ്. അപ്പോൾ ഞങ്ങൾ ആളായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ന്യൂറൽ ലിങ്കിനെ കുറിച്ചിട്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനിലുള്ള ടെസ്റ്റിങ് നടന്നിട്ടില്ല. മങ്കീസിലുള്ള ടെസ്റ്റിങ് നടന്നിരുന്നു ഒരു 2 വർഷം മുമ്പൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഈ കമ്പനി. അപ്പോൾ ന്യൂറാലിങ്കിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഹാസ് ബീൻ ബ്രേക്കിംഗ് ഗ്രൗണ്ട് ബൈ ഡെവലപ്പിംഗ് എ ബ്രെയിൻ ഇംപ്ലാന്റ് ഡിവൈസ് officially known as brain computer interface that could have significant impact on human health. അതായത് ഇവർ ഇത്രയും വലിയ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് ന്യൂറാലിങ്കിനെ ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസുകൾ എന്താണെന്ന് വെച്ചാൽ അതിലെഴുതിയത് ഗിവിങ് പീപ്പിൾ വിത്ത് ക്വാഡ്രിപ്ലീജിയ ടു എബിലിറ്റി ടു കൺട്രോൾ ദെയർ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ഡിവൈസ് വിത്ത് ദെയർ തോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതുവഴി നമുക്ക് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്ത ഒരാളാണ്. പക്ഷേ ആൾക്കും ആളുടെ തോട്ട് വഴി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫിസിസിസ്റ്റാണ്, സയൻറ്റിസ്റ്റാണ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനൊക്കെ ഒരു ടൈപ്പിസ്റ്റും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് എഫേർട്ടുകൾ വേണം ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആൾക്ക് പുസ്തകങ്ങൾ എഴുതാനും റിസർച്ച് ചെയ്യാനൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ന്യൂറാലിങ്ക് പോലത്തെ ഒരു ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആളായിട്ട് സംസാരിക്കാം. പിന്നെ ആൾക്ക് ഒരു ഫുൾ ഫ്ലഡ്ജിൽ ആളുടെ ആക്ഷൻസും സീക്വൻസസും ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ നമ്മുടെ ഈ പാരാലിസിസ് നമ്മൾ പല ആളുകളും അത് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുപോലെ മറ്റൊരു മെയിൻ ഒരു ഏരിയയാണ് ഇതിലെ ക്യൂറിങ് ബ്ലൈൻഡ്നെസ് ബൈ റീസ്റ്റോറിങ് ന്യൂറൽ ആക്ടിവിറ്റി വേർ ഇറ്റ് വാസ് ലോസ്റ്റ്. നമുക്കിപ്പോൾ ബ്ലൈൻഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഞാനൊരു യാത്രയിൽ ഒരാളിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ട്രെയിനിൽ വെച്ച് ആൾ ബ്ലൈൻഡാണ് ബേസിക്കലി. അപ്പോൾ ആൾ കൺജനറ്റീവ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ് ഉള്ള ആളാണ്. അത് ബേസിക്കലി ബൈ ബർത്ത് ആൾ ബ്ലൈൻഡാണ്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു അത് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുക എന്നുള്ളത്. ഹലോ, ഓക്കെ, ഇപ്പോൾ വിസിബിൾ ആണോ? Yes, sir. ഓക്കെ, അത് ഏതൊരു ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായതാണ്. ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഇപ്പോൾ ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? അതേപോലെ സ്ക്രീൻ വിസിബിൾ ആണോ? Yes, sir. Yes, sir. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരുപാട്, ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ഒരാളുടെ കാര്യം പറയായിരുന്നു ഞാൻ ബേസിക്കലി. അതായത് ഇത്തരത്തിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളോട് ഞാനിങ്ങനെ സംസാരിച്ചു ബേസിക്കലി വാട്ട് യു ഫീലിംഗ്. അപ്പോൾ ആൾ പറഞ്ഞത് ശരിക്ക് എന്താണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, വിസിബിലിറ്റി എന്നുള്ളത്, കളേഴ്സ് പറയുന്നുണ്ട്. യു ലോസ് സംതിങ് എന്ന് പറഞ്ഞു, അതായത് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ആൾക്കറിയില്ല. ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് എന്തോ അവർ കാണുന്നുണ്ട്, എന്തോ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ
എന്താണെന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു, കോൺവെർസേഷൻ ആയിരുന്നു. കാരണം നമ്മളൊക്കെ വളരെ എൻജോയ് ചെയ്യാണ് വിഷൻ എന്നുള്ളത്. അപ്പോൾ ആൾക്ക് വിഷൻ ഇല്ല ബൈ ബർത്ത്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. ടെക്നോളജിയാണ് ബേസിക്കലി ഈ ന്യൂറാലിങ്ക് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക്കലി നിങ്ങൾ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ, പുതിയ മാറ്റങ്ങളതിനൊക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഇത്തരം ടെക്നോളജികൾ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലൊക്കെ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ടെക്നോളജീസ് കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യൂർ വളരെ ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ, പാരലൈസ്ഡ് ഒരാളെന്ന് പറയുമ്പോൾ ആൾക്ക് എന്ത് ഓപ്ഷനും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ആൾക്ക് ഒരു എന്താ പറയുക, ഒന്നിനോടും ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് വളരെ റിസ്കി ആയിട്ടുള്ള റോബോട്ടിക് സർജറി എന്നൊക്കെ പറഞ്ഞാലും ഹി ഓർ ഷീ ക്യാൻ ചൂസ് ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് എന്താ പറയുക, ഒരു ലൈഫ് ഗിവിങ് ആയിട്ടുള്ള ടെക്നോളജീസാണ്, സൊല്യൂഷൻസാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ടെക്നോളജിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ഈ ബ്ലൈൻഡ്നെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയണം എന്താണ് വിഷൻ എന്നുള്ളത്. കാരണം കാഴ്ച എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഈ ലെൻസ്, നമ്മുടെ കണ്ണിൻ്റെ ലെൻസിലേക്ക് ഈ ലൈറ്റ് ടച്ച് ചെയ്തിട്ട് ആ ലൈറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ചില ഫ്രീക്വൻസി സ്പെക്ട്രംസ് ഉണ്ടാവുമല്ലോ, വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രംസ്. ആ ഫ്രീക്വൻസികളെ ഈ കണ്ണിൻ്റെ ബാക്കിലുള്ള റോഡ് സെൽസ്, കോൺ സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്റ്റിക് നെർവുകളുടെ കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലാണ് വിഷൻ ബേസിക്കലി ഉണ്ടാവുന്നത്. അപ്പോൾ ബേസിക്കലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ, അത് ആക്സിഡൻ്റലായിട്ട് ബ്ലൈൻഡ് ആണെങ്കിലും പല രീതിയിൽ ബ്ലൈൻഡ് ആണെങ്കിലും ബേസിക്കലി നമ്മുടെ ബ്രെയിനിൻ്റെ നെർവസ് സിസ്റ്റത്തിൽ, നമ്മുടെ ന്യൂറോണിലുണ്ടായിട്ടുള്ള ചില മിസ്റ്റേക്കുകളും മിസ്മാച്ചുകളുമാണ് ഇതിന് കാരണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിമിരം എന്ന് പറഞ്ഞിട്ട് കണ്ണിൻ്റെ ഒരു അസുഖം ഉണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി അത് നമ്മുടെ ലെൻസുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ആ ലെൻസ് ഒപ്പേക്ക് ആവുകയാണ് ചെയ്യണത്. പക്ഷേ ഗ്ലോക്കോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞ കണ്ടീഷൻ വളരെ ഡേഞ്ചറാണ്. കാരണം ഗ്ലോക്കോമയിൽ ബേസിക്കലി നമ്മുടെ ഒപ്റ്റിക് നെർവുകൾക്കാണ് പ്രശ്നം. പല ആളുകൾക്കും നമ്മുടെ പാരൻസിനൊക്കെ അറിയുണ്ടാവും ഗ്ലോക്കോമ വരുന്നുണ്ട് എന്നൊക്കെ പറയും. കാരണം ലെൻസിൻ്റെ അതിൻ്റെ പവർ, പ്രഷർ കൂടുമ്പോൾ, ഒരു അബൌട്ട് 20 ഒക്കെ ആകുമ്പോൾ പ്രഷർ വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ ഒപ്റ്റിക് നെർവുകൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരില്ല. ഒപ്റ്റിക് നെർവുകൾ വീക്കാവും. അങ്ങനെയാണ് ഈ ഗ്ലോക്കോമ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലൈൻഡ് ആവും. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഗ്ലോക്കോമയ്ക്ക് സൊല്യൂഷൻ ഇല്ല. ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക് നെർവുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ടഫായിട്ടുള്ളൊരു വളരെ റയറാണ് ഗ്ലോക്കോമയിൽ നിന്ന് നമുക്ക് റിക്കവറി ആവുക എന്ന് പറയുമ്പോൾ. കാരണം ഒപ്റ്റിക് നെർവുകൾ തന്നെയാണ് ബാധിക്കുന്നത്. അതായത് ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെയാണ് അത് ബാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജി, ന്യൂറാലിങ്കൊക്കെ വഴി അത്തരത്തിലുള്ള നെർവുകളെ നമുക്ക് ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറയണത്. നമുക്ക് അത്തരത്തിൽ ഫോർ എക്സാമ്പിൾ അൽഷൈമേഴ്സ്, പാർക്കിൻസൺ, അതുപോലെ തന്നെ ഡിമെൻഷ്യ, അത്തരത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സിവിയർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി വർക്ക് ചെയ്യണത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ന്യൂറാലിങ്കിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ്സ് ഒക്കെ പറ്റി വരുന്ന ആളുകൾക്കൊക്കെ നമുക്കറിയാമല്ലോ പാരലൈസ്ഡ് ആവും, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ്രിപ്ലീജിയ പോലത്തെ സിറ്റുവേഷനൊക്കെ അവർക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു റിക്കവറി, അതുപോലെ തന്നെ ഇനി കൈൻഡ് ഓഫ് ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസോർഡറുകൾ, നമുക്കറിയാം ന്യൂറോണിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ കോംപ്ലക്സ് ആണ്. വേറെ നമ്മളിപ്പോൾ ഒരു ബോണിനെയോ സ്കിന്നിനെയോ ഹാർട്ടിനെ വരെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയും ഓപ്പൺ ഹാർട്ട് സർജറിയും പല മെത്തേഡുകളുണ്ട്. ഈവൻ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് സർജിക്കലായിട്ടും കീമോ ആയിട്ടും റേഡിയേഷനൊക്കെ ആയിട്ട് ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാം മെഡിക്കൽ സയൻസിൽ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് വളരെ വളരെ കുറവാണ്. കാരണം നമ്മുടെ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം എന്നുള്ളത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നൂഡിൽസ് പോലെ അത്രയും കോംപ്ലക്സ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതൊരു റോബോട്ടിക് സർജറിയുടെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ ആ റോബോട്ടുകളാണ് ബേസിക്കലി ഒരു സർജറി കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ട് റോബോട്ടിക് സർജറിയിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് സർജറി വേണമെന്നുള്ളത് കാരണം ഈ ചിപ്പ് നമ്മുടെ ബ്രെയിനിലേക്ക് ഏകദേശം 1 ഇഞ്ചോളം താഴെ ഈ സ്കാൾപ്പിൽ ഒരു ഡ്രിൽ ചെയ്തിട്ട് അത് ഇംപ്ലാന്റ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യണത്.
അത് ഒരു ഇൻവേസീവ് ആയിട്ടുള്ളൊരു സർജറിയാണ്. നമ്മളെ കൊണ്ടൊന്നും പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 10-15 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു റോബോട്ടിക് സർജറി അതിന് വേണം. അതിനൊരു 64 നോഡുകളുണ്ടെന്നാണ് പറയുക ആ ചിപ്പിന്. അപ്പോൾ ആ ചിപ്പ് നമ്മുടെ ബ്രെയിനിൻ്റെ പല കോർട്ടക്സിൻ്റെ പല ഏരിയാസിലേക്ക് അതിനെ കണക്ട് ചെയ്യിപ്പിക്കുകയാണ് പിന്നെ ഈ സർജറിയിൽ ചെയ്യണത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ആക്ടിവിറ്റി സക്സസ്ഫുൾ ആയതാണ് വളരെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ന്യൂസ്. വളരെ എന്താ പറയുക, വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള, ശരിക്കും നിങ്ങൾ ന്യൂസ്, ഇൻ്റർനാഷണൽ ന്യൂസൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ന്യൂറാലിങ്കിൻ്റെ ഒരു ന്യൂസ് എന്നുള്ളത്, ഈ സക്സസ്ഫുൾ പേഷ്യൻ്റ് എന്നുള്ളത് വളരെ പോപ്പുലറായൊരു ന്യൂസായിരുന്നു. ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയാസ് വളരെയധികം അതിനെ എന്താ പറയുക കൺഗ്രാജുലേറ്റ് ചെയ്തും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും അതിൻ്റെ CEO എന്നുള്ളത് എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിൻ്റെ ഐഡിയ ആണ്. എലോൺ മസ്കിന് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ എലോൺ മസ്കിൻ്റെ സാലറി വളരെയധികം ഷൂട്ട് ചെയ്തു. അപ്പോഴാണ് ഈ അടുത്തത് വളരെ ന്യൂസായത്. കാരണം എലോൺ മസ്കിൻ്റെ സാലറി $54 ബില്യൺ ഈ ന്യൂറാലിങ്കിൻ്റെ CEO എന്നുള്ള രീതിയിലുള്ള സാലറി. എലോൺ മസ്ക് ടെസ്ലയുടെ CEO ആണ്, സ്പേസ് എക്സിൻ്റെ CEO ആണ്, ന്യൂറാലിങ്കിൻ്റെ CEO ആണ്. അങ്ങനെ പല കമ്പനികളും ആൾക്ക് സ്വന്തമായിട്ടുണ്ട്. ന്യൂറാലിങ്കിൻ്റെ മാത്രം സാലറി പറയുന്നത് ന്യൂറാലിങ്ക് അല്ല, ടെസ്ല കമ്പനിയുടെ CEO എന്നുള്ള രീതിയിലുള്ള സാലറി പറയുന്നത് $54 ബില്യൺ. നമുക്ക് $54 ബില്യൺ ഒരു വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ, ശ്രീലങ്കയൊക്കെ ഭയങ്കര ക്രൈസിസിലാണ്, ബേസിക്കലി ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 2 ബില്യൺ കിട്ടിയാൽ തന്നെ അവരുടെ കൺട്രിയുടെ പ്രോബ്ലം തന്നെ മാറി. പല കൺട്രികളുടെയും ടോട്ടൽ ബഡ്ജറ്റ് പോലും അത്രയ്ക്കില്ല, ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റൊക്കെ. അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ സാലറി വാങ്ങുന്ന ആളാണ് ഈ എലോൺ മസ്ക്. കാരണം ആൾക്ക് അത്രയും സാലറി കിട്ടുന്നത് ആളുടെ ഇത്തരത്തിലുള്ള വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഐഡിയാസും ആ ഐഡിയാസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആൾക്കൊരു നല്ല ടീമിനെ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ ആ ടീം വെച്ചിട്ട് ആൾക്ക് ആ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പേഴ്സണാണ് എലോൺ മസ്ക്, നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇനി അത്തരത്തിൽ ആളുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ന്യൂറാലിങ്ക് എന്നുള്ളത്. പിന്നെ റെറ്റിനൽ ഇഞ്ചുറീസ് ഞാൻ പറഞ്ഞു, ബ്ലൈൻഡ്നെസ് ഒക്കെ പോലത്തെ നമ്മുടെ വിഷ്വൽ കോർട്ടക്സിനെ ബാധിക്കുന്ന പല പ്രോബ്ലംസിനെയും നമുക്ക് ഈ ന്യൂറാലിങ്ക് വഴി നമുക്കതിനെ നമ്മുടെ ഇമേജിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നമ്മുടെ വിഷ്വൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇമേജസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ പറ്റും. അതുപോലെ തന്നെ മെമ്മറീസ് എന്ന് പറയണത്, അപ്പോൾ അവർ പറയുന്നത് ഇത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഓർമ്മകൾ, മെമ്മറീസ്, പല കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. ആ ലെവലിലേക്കൊന്നും ഇപ്പോൾ ഈ ടെക്നോളജി വന്നിട്ടില്ല. ഇവരതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് മെമ്മറി അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ വളരെ നമ്മൾ ആ ഒരു ടെക്നോളജിയിലൊക്കെ വളരെ വളരെ വെർജിലാണ് ഇപ്പോൾ. ആ ടെക്നോളജിയൊക്കെ വളരെ ചിലപ്പോൾ ഒരു 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ 10 ഇയേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ന്യൂറാലിങ്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ് ബേസിക്കലി വരുന്നത്. അതായത് ഇത് മനുഷ്യനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എലോൺ മസ്ക് ആണ് ഈ ആശയം പറഞ്ഞത്. അത് ചെയ്യണത്, ദ ഡിവൈസ് വിൽ ബി ഇൻസേർട്ടഡ് അണ്ടർ ദ സ്കൾ ആൻഡ് എ സ്മോൾ റോബോട്ട് വിൽ കണക്ട് ത്രെഡ് ലൈക്ക് ഇലക്ട്രോഡ്സ് ടു ദ ബ്രെയിൻ. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഇലക്ട്രോഡുകളുണ്ട്, ഒരു കേബിൾ പോലത്തെ സംഭവമാണ് ഈ ചിപ്പിൻ്റെ. ഈ ഇലക്ട്രോഡുകൾ തന്നെ നമ്മുടെ ഹെഡിൻ്റെ സ്കള്ളിലേക്ക് ആദ്യം കയറ്റി അതിനെ ഓരോ ഇലക്ട്രോഡുകളെ നമ്മുടെ ബ്രെയിനിൻ്റെ പല കോർട്ടക്സിൻ്റെ പല റീജിയണിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അത് ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി പ്രിസിഷൻ വേണ്ട റോബോട്ടിക് സർജറികൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. കാരണം നമ്മുടെ മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊന്നും പറഞ്ഞാൽ ഇത്രയും ചെറിയ കാര്യങ്ങൾ അതിനൊന്നും ഡീൽ ചെയ്യാൻ പറ്റുന്ന കൈകളല്ല, നമ്മുടെയൊക്കെ വളരെ വിറയ്ക്കുന്ന കൈകളാണല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ നാനോമീറ്റർ ലെവലിലും മറ്റും നടക്കുന്ന സർജറീസാണ്. അപ്പോൾ ആ സർജറീസൊക്കെ ചെയ്യണത് ഇത്തരത്തിലുള്ള ഒരു റോബോട്ടിക് സർജറി വെച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്നോളജിയിൽ മെയിനായിട്ടും 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നെന്നുള്ളത് ഈ ചിപ്പിൻ്റെ ഇംപ്ലാൻറ്റിങ്. ചിപ്പിൻ്റെ ഇംപ്ലാൻറ്റിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 64 ത്രെഡ് ഉണ്ട്. 64 ത്രെഡ് എന്ന് പറയുമ്പോൾ 64 ഒരു പിന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. 64 പിന്നുള്ള വളരെ അൾട്രാ തിന്നായിട്ടുള്ള
ഈ ചിപ്പ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യലാണ്. ആ ചിപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സിഗ്നലുകൾ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണതും ബ്രെയിനിൽ നിന്നുള്ള സിഗ്നലുകൾ തിരിച്ച് ഈ ചിപ്പ് വഴി നമ്മുടെ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ നമുക്ക് ഡീകോഡ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർ പറയണത് ഈ ചിപ്പിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് ഏകദേശം അതിൻ്റെ ആ ഇലക്ട്രോഡുകളുടെ വിഡ്ത്ത് എന്നുള്ളത് 20 times തിന്നർ ദാൻ ഹ്യൂമൻ ഹെയർ എന്നാണ് പറയണത്. അത്രയും തിന്നായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡീൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രിസിഷൻ വേണ്ടതാണ്. ഹൈ പ്രിസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ എപ്പോഴും ടെക്നോളജി വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്ററിലാണെങ്കിൽ നമുക്കൊരു 4 ഡിജിറ്റ് നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ വേണം. നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫെയിലാവും. അപ്പോൾ അത്തരത്തിൽ പ്രിസിഷൻ വേണ്ടോടത്ത് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം റോബോട്ടിക് സർജറി കേരളത്തിലും പല സ്ഥലങ്ങളിലും ഓൾറെഡി അവൈലബിൾ ആണ്, വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ഇതിനും ഒരു സർജിക്കൽ റോബോട്ട് ഇതിന് വളരെ നെസസറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ബേസിക്കലി നമുക്ക് നോക്കിയാൽ കാണാം, ഈ അടുത്ത് അത് ന്യൂസിൽ വന്നിരുന്നു 1-2 വർഷം മുമ്പ്. അതായത് ഒരു മങ്കിയിൽ അവർ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഈ മങ്കി എന്നുള്ളത് ബേസിക്കലി ഒരു വളരെ ഒരു അതിൻ്റെ ഒരു വളരെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ഒരു മങ്കിയായിരുന്നു. അല്ലാതെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മങ്കീനല്ല അവർ ട്രൈ ചെയ്തത് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട്. വളരെ പബ്ലിക്കലി അപ്രൂവ് ചെയ്തതിന് ശേഷമുള്ള ഒരു ടെസ്റ്റായിരുന്നു. വളരെ ലേറ്റർ ആ മങ്കി മരിക്കുകയും ചെയ്തു. പക്ഷേ ആ മങ്കിയുടെ ഒരു വീഡിയോ ശരിക്കും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നില്ല, ഇൻ്റർനെറ്റിൽ അത് വളരെ ചിലപ്പോൾ സ്റ്റക്കാവും. ആ വീഡിയോയിൽ മങ്കി ഒരു ഗെയിം കളിക്കണതാണ്. അപ്പോൾ ബേസിക്കലി മങ്കിയുടെ ബ്രെയിനിലേക്ക് നമ്മൾ ന്യൂറാലിങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ഗെയിം കളിക്കുക, പിന്നെ മൗസൊക്കെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ മങ്കി ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ വളരെ പോപ്പുലറായിരുന്നു. ഇവരുടെ ന്യൂറാലിങ്കിൻ്റെ ലാബിലിരുന്ന് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ ബേസിക്കലി ഇത്തരത്തിലുള്ള ആ മങ്കീന് ശേഷമാണ് പിന്നെ ആ ടെക്നോളജി നമ്മൾ മനുഷ്യനിൽ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് അതിൻ്റെ ട്രയലുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ആളുകൾ അതിന് ട്രയലിന് വേണ്ടി വന്നു കേട്ടോ. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് പാരലൈസ്ഡ് ആയിട്ടുള്ളവർ, ജന്മന ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് പേര് ഈ ന്യൂറാലിങ്കിൻ്റെ വെബ്സൈറ്റിൽ അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാനത് ചെക്ക് ചെയ്തിരുന്നു, കാരണം അത് ന്യൂസിലുണ്ടായിരുന്നു. അത് ഇത്തരത്തിലുള്ള ഒരു ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോളൻ എന്ന് പറഞ്ഞ ആളിനെയാണ് അവർ സെലക്ട് ചെയ്തത്, ആളുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ബേസിക്കലി ഇത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ ഈ സയൻസ് ഫിക്ഷൻസിനൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ബേസിക്കലി ഈ ന്യൂറാലിങ്കിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വേറെ കാര്യം എന്നുള്ളത്, പല ആളുകളും പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് ഒരുപാട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇംപ്ലിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് പലരും പറയണത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റേണലായിട്ടുള്ള രീതിയിൽ നമുക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു റിമോട്ട്ലി നമുക്ക് ഇയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയൊരു കൺസേൺ പലരും പറഞ്ഞു. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരാൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തോ വണ്ടി ഇടിക്കുക, അങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി, ഒരു ഡെത്തൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരിനെയാണ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ. ആരാണ് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം, ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത്. അതായത് ആ വ്യക്തിയാണോ ഏറ്റെടുക്കുക, അതോ ആ വ്യക്തിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ചിപ്പിനാണോ റെസ്പോൺസിബിലിറ്റി, അതോ ആ ചിപ്പ് ഉണ്ടാക്കിയ കമ്പനിക്കാണോ? ചിലപ്പോൾ ചിപ്പ് മാൽ ഫങ്ഷൻ ആയതാവാം, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഇതൊരു വളരെ കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകും. അപ്പോൾ നമുക്കെപ്പോഴും ഒരു പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്കല്ലേ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ ഒരു കളക്റ്റീവ് പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൺസേൺസ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു പ്രിസിഷനിലേക്കൊക്കെ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും മിക്കവാറും ഇതിൻ്റെ ഒരു പബ്ലിക് അവൈലബിലിറ്റി അവർ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിൽ വരുന്നുണ്ട്. മറ്റൊരു കോംപ്ലിക്കേഷനാണ് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റ്, ബ്രെയിൻ ഡാറ്റ ലീക്സ് ആൻഡ് ലോസ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ
പേഴ്സണലായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലുണ്ടല്ലോ. അപ്പോൾ പലരും പറയാറുണ്ട് നമുക്ക് അവിടെ സ്പേസിൽ മാർസിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ ഭൂമിയിലിരുന്നാൽ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ എന്താ ചിന്തിക്കണേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നോളജി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ടെക്നോളജി വരുന്നതോട് കൂടിയിട്ട് അതും പോസിബിൾ ആവാണ്. നമുക്ക് എന്താ പറയുക, മെൻ്റലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് ഈ ഇഷ്യൂസ് എന്തായാലും അത് ബ്രിങ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഡാറ്റാസ് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ മെമ്മറീസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, അത്തരത്തിലുള്ള പല കൺസേൺസും പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ സെക്യൂരിറ്റി കൺസേൺസ്. ഇതൊക്കെ ബേസിക്കലി വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഡിസ്കഷൻസാണ്. നിങ്ങളൊക്കെ ഈ ടെക്നോളജി ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക. നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം സെഷന് ശേഷം. നിങ്ങളുടെ ഒരു ഐഡിയ എന്താണ്? കാരണം നമ്മൾ ഇത്തരം കാര്യം പുതിയ ടെക്നോളജികളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, പുതിയ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മളും അതിനോട് അഡാപ്റ്റ് ചെയ്യുള്ളൂ ഈസിലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ടൂളുകളെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ പലർക്കും അതിനോടൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. ചിലർക്ക് മടിയായിരിക്കാം, ചിലർക്ക് വേറെ എന്തെങ്കിലും നമുക്കൊരു ബേസിക്കലി ഒരു പുതിയ ഒരു കാര്യം അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണല്ലോ എല്ലാവർക്കും. നമുക്ക് ഇപ്പോൾ ന്യൂട്ടൻ്റെ ലോ പറഞ്ഞ പോലെ എവരിബഡി വാണ്ട്സ് ടു കണ്ടിന്യൂ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അണ്ടിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് എന്ന് പറയുമല്ലോ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ഉള്ള രീതിയിൽ വളരെ റിലാക്സ് ആയിട്ട് ആ ഒരു റെസ്റ്റിംഗ് മോഡിൽ കണ്ടിന്യൂ ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മാത്രം പഠിക്കുന്ന ആളാവരുത്. ഞാൻ പറഞ്ഞു പോകുന്നത് ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജീസും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ജസ്റ്റ് വായിക്കുക. ഇത്തരം സെഷൻസൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രീഫ് ഐഡിയ കിട്ടും. നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാലം വായിക്കുന്നതിന് ഇൻഫർമേഷൻ നമുക്കൊരു ഹാഫ് ആൻ അവർ 1 hour കൊണ്ട് കിട്ടും, ഒരു നട്ട്ഷെല്ലിൽ നമുക്ക് കിട്ടും. പിന്നെ അതിൽ താല്പര്യമുള്ളവർക്ക് നമുക്കിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വായിക്കാം, ഡിസ്കസ് ചെയ്യാം. ഭാവിയിലൊക്കെ ഇതൊക്കെ വരുമ്പോൾ നമുക്കതിനോട് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതിനൊക്കെ ഈസിയായിട്ട് വെൽക്കം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണമെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിൽ ട്വിറ്ററിൽ വന്നൊരു ന്യൂസാണ്, റോയിറ്റേഴ്സിലൊക്കെ വന്നൊരു ന്യൂസാണ്. അതായത് FDA അപ്രൂവ് ചെയ്തതിൻ്റെ ഒരു ന്യൂസാണ്. ന്യൂറാലിങ്ക് അവരുടെ ട്വിറ്ററിൽ ഇട്ടുണ്ടായിരുന്നു. We are excited to share that we have received FDA's approval to launch first in human clinical study. അപ്പോൾ അതൊരു വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ശരിക്കും മില്യൺസ് ഓഫ് ആളുകൾ അത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ന്യൂസായിരുന്നു ന്യൂറാലിങ്കിൻ്റെ ആ ഒരു പോസ്റ്റ്. കാരണം ഇത്തരത്തിലുള്ളൊരു വളരെ പേഴ്സണലായിട്ടുള്ള വളരെ ഇൻവേസീവ് ആയിട്ടുള്ളൊരു കാര്യം US ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് അതിനുള്ള ക്ലിനിക്കൽ ട്രയലുകൾ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് പറഞ്ഞു, ഇതിൻ്റെ പല രീതിയിലുള്ള പാരലിസിസുകളെ ഓവർകം ചെയ്യാൻ പറ്റും. പാരലിസിസ് എന്ന് പറയണത് അതൊരു ടെമ്പററി ആവാം, അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആവാം. അത് ബോഡിയിൽ മൂവ് ചെയ്യാം. പിന്നെ അത് വളരെ സിവിയർ ആയിട്ടുള്ളൊരു കേസാണ്. ഒരുപാട് ആളുകൾ, മില്യൺസ് ഓഫ് ആളുകൾക്ക് ഇത്തരം പാരലൈസ്ഡ് ആയിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇത് കണ്ട് ഡെക്കാൻ ഹെറാൾഡ് വന്നൊരു ന്യൂസാണ്. എലോൺ മസ്ക് ന്യൂറലിങ്ക് ഇംപ്ലാന്റ് പ്രോമിസസ് ബെറ്റർ ലൈഫ് ഫോർ പാരാപ്ലീജിക് പേഴ്സൺസ്. അപ്പോൾ ഇത്തരത്തിൽ പാരാപ്ലീജിയ, നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ്രപ്ലീജിയൊക്കെ ബാധിച്ച് ബെഡ് റിഡൺ ആയിട്ടുള്ള പല ആളുകൾക്കും ന്യൂറാലിങ്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു ബെറ്റർ ലൈഫിലേക്കുള്ള ഒരു റീജനറേഷൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതേപോലെ ഫസ്റ്റ് ഹ്യൂമൻ പേഷ്യൻറ്റ് മൗസിലൂടെ തിങ്കിങ്ങിലൂടെ പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ്, ഞാനിങ്ങനെ കുറച്ച് അപ്ഡേറ്റുകൾ ഇതിൽ ഷെയർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു ചെസ്സ് അയാൾ കളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ചില ആക്ടിവിറ്റീസുകൾ നടന്നതിൻ്റെ പല ന്യൂസുകളും ഒരു വർഷത്തിൽ നമുക്ക് റോയിറ്റേഴ്സിലും പല പോപ്പുലർ ചാനലുകളും അവരത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് പേഴ്സൺ ഹൂ ഗോട്ട് ഇംപ്ലാന്റഡ് ന്യൂറാലിങ്ക്, ഹീ സ്റ്റാർട്ടഡ് വൺ യൂട്യൂബ് ചാനൽ ആക്ച്വലി. അപ്പോൾ ആ യൂട്യൂബ് ചാനലിലെ ആൾ നല്ല രീതിയിൽ, ആൾ വളരെ ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരാളാണ്. ആളിങ്ങനെ ഒരു ചെയറിലിരിക്കുകയാണ്. പക്ഷേ ആൾ ചെയറിലിരുന്നുകൊണ്ട് തന്നെ ആൾ നമ്മളായിട്ട് സംസാരിക്കുന്നുണ്ട്. ആൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൾ ഗെയിം കളിക്കുന്നുണ്ട്, ആൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ആൾ ചെസ്സ് പഠിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ ആൾ വിചാരിച്ചു ആളുടെ ലൈഫ് തീർന്നു എന്ന്. ആൾക്ക് പല രീതിയിലും ആൾക്ക് ലൈഫ് ആളിനെ ഹേർട്ട് ചെയ്യണമെന്ന് ആൾക്ക് തോന്നി ഒരു പോയിന്റിൽ. പക്ഷേ ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ
ധൈര്യപൂർവ്വം വന്നു. ഇപ്പോൾ ആൾ വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്നാണ് ആൾ പറയണത്. ആൾക്കൊരു ലൈഫ് തിരിച്ചു കിട്ടിയെന്നാണ് പറയണത്. അപ്പോൾ ഇതിനങ്ങനെ പല ന്യൂസുകളുണ്ട്. ഈ ന്യൂറാലിങ്കിൻ്റെ ഈ പ്രൊഡക്റ്റിനെ, ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ചെയ്യുന്ന ചിപ്പിനെ എലോൺ മസ്ക് വിളിച്ച പേരെന്നുള്ളത് ടെലിപ്പതി എന്നാണ് ഒരു പേരിട്ടേക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ പേരാണ്. അതായത് ഇപ്പോൾ ഒരു സാംസങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ S23 എന്ന് പറഞ്ഞൊരു മോഡൽ നെയിം പോലെ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടെലിപ്പതി എന്നാണ് ഈ ചിപ്പിൻ്റെ ഈ മോഡലിൻ്റെ പേര്. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റാണ്, ഇറ്റ്സ് enable control of your phone or computer and through them ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. നമ്മുടെ ലാപ്ടോപ്പ്, വാച്ച്, ഫോണ്, കാറ്, അങ്ങനെ എല്ലാതും നമുക്ക് നമ്മുടെ തോട്ടിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതുവഴി പറയണത്. ഇമാജിൻ ഇഫ് സ്റ്റീഫൻ ഹോക്കിംഗ് കുഡ് കമ്മ്യൂണിക്കേറ്റ് ഫാസ്റ്റർ ദാൻ എ സ്പീഡ് ടൈപ്പിസ്റ്റ് ഓർ ഓക്ഷനിയർ, ദാറ്റ് ഈസ് ദ ഗോൾ എന്നാണ് ആൾ പറയണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ പോലെ എലോൺ മസ്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വലിയൊരു ഇഷ്യൂ ഇതിലുണ്ട്. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. നമ്മുടെ ഒരു മെൻ്റൽ ഓട്ടോണമി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും. അതായത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ബോധം ഉണ്ടല്ലോ, നമ്മളാണ് ഡ്രൈവ് ചെയ്യണത്, നമ്മുടെ കയ്യിലാണ് ആ റെസ്പോൺസിബിലിറ്റി, നമ്മളാണ്. അത്തരത്തിലുള്ള ഒരു ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്കുള്ള ഒരു വളരെ വലിയൊരു ഇൻട്രൂഷനാണ് ഈ എലോൺ മസ്കിൻ്റെ ഈ ന്യൂറോലിങ്ക്. കാരണം ഇതുവഴി നമുക്ക് വേറെ ആൾക്ക് നമ്മളതിനെ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഇൻഫർമേഷൻസ് വേറെ ആളുകളിലേക്ക് അത് നീങ്ങുന്നുണ്ട്, ചോരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമ്മുടെ ഒരു ഓട്ടോണമി തന്നെ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഫിക്സേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഇതിലൊരു വലിയ ഇഷ്യൂ ആണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ ലോ അങ്ങനെ പല രീതിയിലും അതിൻ്റെ പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വലിയ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ഞാനിതിനെക്കുറിച്ച് ഇടയ്ക്ക് വായിക്കാറുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളിതിലെ ന്യൂസുകളൊക്കെ വരുമ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കാറുണ്ട്. ഇതൊരു 2011 ഒരു പിക്ചറാണ് കേട്ടോ. ഇത് ഒരു ആൾ ഇത്തരത്തിലുള്ളൊരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വെച്ചിട്ട് ഒരു റോബോട്ടിക് ഒരു കമ്പ്യൂട്ടറായിട്ടുള്ളൊരു കമാൻഡിങ് ഇൻ്റർഫേസ് ഒക്കെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 2011 ഒരു പിക്ചറാണ്. അപ്പം അന്നൊക്കെ അത്രയും വലിയൊരു ഹെൽമെറ്റ് പോലത്തെ ഒരു ഇത് വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷനൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ മാറി. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോഴും ഈ ടെക്നോളജീസ് വന്നിട്ടില്ല. പക്ഷേ ഇതൊക്കെ വളരെ വൈകാതെ തന്നെ നമുക്ക് അവൈലബിൾ ആകുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ഒരു ബ്രീഫ് സെഷൻ. നമ്മൾ വളരെ ബ്രീഫായിട്ട് ഇത്തരത്തിലുള്ള AI ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഇതിൽ AI ഇൻവോൾവ്മെൻറ്റ് എന്നുള്ളത് ഒരുപാടാണ്. ബേസിക്കലി നമ്മുടെ തോട്ടിനെ മെഷർ ചെയ്യുക. നമ്മുടെ പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ EEG ഒക്കെ ആണെങ്കിൽ ഓരോ ഗ്രാഫുകളുണ്ട്. ബേസിക്കലി നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസുകളാണ് നമ്മൾ ഈ പറയുന്ന തോട്ടുകളൊക്കെ. ശരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ വർക്കിംഗ് എല്ലാവരും പറയുക ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അതായത് ഈ ഹോൾ ബ്രെയിൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് ചിലപ്പോൾ ഒരു റീജിയനിലായിരിക്കും. നമുക്കറിയാമല്ലോ, കോർട്ടെക്സിന് ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, അങ്ങനെ പല കോർട്ടെക്സുകളുണ്ട്. അപ്പോൾ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി പല റീജിയനിലായിരിക്കും നടക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ എലോൺ മസ്ക്, ഇപ്പോൾ നമുക്ക് ഹങ്കർ ഉണ്ട്, വിശക്കുണ്ട്, അപ്പോൾ വിശക്കുണ്ടെന്ന് പറയണം. അപ്പോൾ വിശക്കുമ്പോൾ ആ ഹങ്കർ എന്ന് പറഞ്ഞ ഫീലിംഗ് വരുന്നത് ബ്രെയിനിൻ്റെ ഒരു റീജിയനിലാണ്. ആ ഭാഗത്തുള്ള ന്യൂറോൺസ് ഇഗ്നൈറ്റ് ചെയ്യാണ് ആ സമയത്ത്, അല്ലെങ്കിൽ അതിന് ചാർജ് വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ന്യൂറാലിങ്ക് വെച്ചിട്ട് നമുക്ക് ആ റീജിയനെ നമുക്ക് മോണിറ്റർ ചെയ്യാണ്. അപ്പോൾ പല ആളുകളിൽ ഈ ട്രയൽ നടത്തുമ്പോൾ നമുക്കത് കൺഫേം ആവാണ്. ഹങ്കർ വരുമ്പോൾ ബ്രെയിനിൻ്റെ ഈ റീജിയനിൽ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടാവുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ അതിനൊരു പാറ്റേൺ ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ചാർജ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹങ്കർ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹങ്കർ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് സ്ക്രീനിൽ മറ്റാളോട് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും കൺവേർഷനൊക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള AI വെച്ചിട്ടാണ്. ഇമോഷണൽ അനാലിസിസുകളൊക്കെ, ഇത്തരത്തിലുള്ള EG അനാലിസിസുകൾ, ECG അനാലിസിസുകൾ, അങ്ങനെ പല മെഡിക്കൽ അനാലിസിസുകളൊക്കെ നമ്മൾ ഈ AI വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഡീപ്പർ ലെവലിലേക്ക് പോകുന്നില്ല. ഞാൻ വളരെ ബ്രീഫായിട്ട് നമുക്ക് ഈ ഒരു പുതിയ ഒരു ടെക്നോളജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോൾ ഇത് സംസാരിച്ചേക്കണത്. മറ്റൊരു കാര്യം എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള ടെക്നോളജീസിൻ്റെ
ആം, ആം, ഏറ്റവും പുതിയ കാര്യങ്ങളെ ഈ അടുത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു ജെൻ എ ഐ കോൺക്ലേവ് എന്നുള്ളത്. അപ്പോൾ ജെൻ എ ഐ കോൺക്ലേവ് എന്നുള്ളത് ബേസിക്കലി എറണാകുളത്ത് കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമാണ്. ഗ്രാൻഡ് ഹയാട്ട് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്ന പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞു കാണും, ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ന്യൂസിലൊക്കെ ഒരുപാട് വന്നിരുന്നു. ശരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഒരു ജനറേറ്റീവ് എ ഐയുടെ ഒരു കോൺഫറൻസ് ആണ് ബേസിക്കലി ജൂലൈ 11th 12th എറണാകുളത്ത് വെച്ച് നടന്ന ഈ എ ഐ കോൺഫറൻസ്. ഇത് എന്താ പറയുക, കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ IBM എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ജയൻറ്റ് IT കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നടന്ന ഒരു പ്രോഗ്രാമായിരുന്നു ബേസിക്കലി ഈ ജെൻ ഐ കോൺക്ലേവ് എന്നുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. നിങ്ങൾ പലരും ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞു കാണും. നമുക്ക് എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്ററുകൾ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇത്തരത്തിൽ ഈ പോസ്റ്ററുകളൊക്കെ നമുക്ക് വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള പോസ്റ്റുകളാണ്. ഇത്തരത്തിൽ AI ഫോർ ദ പീപ്പിൾ എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ. അപ്പോൾ ബേസിക്കലി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഒരു മെയിൻ പർപ്പസ് എന്നുള്ളത് നമുക്ക് ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവർക്ക് AI ടെക്നോളജികൾ എങ്ങനെ ആളുകൾക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിൽ ഈ കംപ്ലീറ്റ് 2 day സെഷൻ്റെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജെൻ AI കോൺക്ലേവ് ലൈവ് എന്നൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ കംപ്ലീറ്റ് ഈ വീഡിയോ, ഇതിൻ്റെ കംപ്ലീറ്റ് സെഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് അതിലേക്ക് എടുക്കുന്നുണ്ട്. വളരെ ഭൂരിഭാഗം സെഷൻസ് ഇംഗ്ലീഷിൽ തന്നെയാണ്. നിങ്ങൾക്കതൊന്ന് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ ബേസിക്കലി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ന്യൂറാലിങ്ക്, അതുപോലെ പല ഇത്തരത്തിലുള്ള ടെക്നോളജികളിൽ വരുന്ന ഇന്നോവേഷൻസിനെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിൽ ഇത്തരത്തിൽ ഒരുപാട് എന്താ പറയുക, ടെക്നിക്കലി വളരെ ഫ്രണ്ടിയേഴ്സ് ആയിട്ടുള്ള പല ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ഇതിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ മിനിസ്റ്റർ P. രാജൻ എന്ന് പറഞ്ഞിട്ട് ആളായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ ചീഫ് പാറ്റേൺ ആയിട്ടുള്ള ഒരാൾ. പിന്നെ IBM ഇന്ത്യയുടെ ഹെഡ്, CEO, അങ്ങനെ പല ആളുകളും ഉള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഈ ജെൻ AI കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരുപാട് വീഡിയോസ് കാണാം. നമ്മളിപ്പോൾ ഞാൻ അധികം കാര്യങ്ങൾ ഇതിലങ്ങനെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ബ്രീഫായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു അതുൽ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ 8th class ഡ്രോപ്പ് ഔട്ടാണ്, മലയാളിയാണ്, എറണാകുളത്തുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്, അവൻ ഒരു 15 AI ആപ്പുകൾ, നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത പല ആപ്പുകളേനെയും അവൻ സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തു, 15ഓളം ആപ്പുകൾ. എന്നിട്ട് അതിൽ പല ആപ്പുകളും അവൻ അതിനെ മോണിറ്റൈസ് ചെയ്യുന്ന രീതിയിൽ യൂട്യൂബിലൊക്കെ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അന്ന് ഉപയോഗിച്ച പല ആപ്ലിക്കേഷൻസും ഇവൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു 10th classലൊക്കെ ആയിട്ടുള്ളൊരു 10, 16, 18 വയസ്സായിട്ടുള്ളൂ. അവൻ്റെ ഒഫീഷ്യൽ ഡിഗ്രി അല്ലെങ്കിൽ സ്കൂളിംഗ് എന്നുള്ളത് അവൻ 8th classൽ ഉപേക്ഷിച്ചു, വിഡ്രോ ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ അക്കാഡമിക്സിനോട് അവൻ വളരെ അഗെയിൻസ്റ്റാണ്. അവൻ ഓൺ സ്കില്ലിൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഓൺ വിങ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഹീസ് തിങ്കിങ് ഹി ക്യാൻ ഫ്ലൈ ബൈ ഹിസ് ഓൺ വിങ്സ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റ്, അങ്ങനെ പല ആളുകളും അതിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ IBM വാട്സൺ എന്ന് പറഞ്ഞിട്ട്, IBM വാട്സൺ ഈ പറഞ്ഞ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. IBMൻ്റെ ഒരു AI സൂപ്പർ കമ്പ്യൂട്ടറാണ് ഈ വാട്സൺ എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വാട്സൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എറണാകുളമൊക്കെ പോകുമ്പോൾ ആലുവയൊക്കെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്കൊരു വലിയൊരു പോസ്റ്റർ ആസ്ട്ര മെഡിസിറ്റിയിലൊക്കെ കാണാം. അപ്പോൾ ആസ്ട്ര മെഡിസിറ്റിയിൽ അവർ റോബോട്ടിക് സർജറീസ് പെർഫോം ചെയ്യുന്നുണ്ട്. ആ റോബോട്ടിക് സർജറിയിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു AI പ്രൊസസ്സർ എന്നുള്ളത് IBMൻ്റെ വാട്സൺ പ്രൊസസ്സറൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ IBM വാട്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആസ്ട്ര മെഡിസിറ്റി എന്നൊക്കെ കൊണ്ട് വലിയൊരു ഫ്ലെക്സ് ബോർഡൊക്കെ നിങ്ങൾക്ക് എടപ്പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ അത്തരത്തിൽ IBM വാട്സൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആ സെഷൻസുകളൊക്കെ ഞാൻ പറഞ്ഞു, ഒരു 2 day സെഷനാണ്, വളരെ മാസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്പേഴ്സ്, സ്റ്റുഡൻസ്, അങ്ങനെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ്, പിന്നെ ഇത്തരത്തിലുള്ള IBMൻ്റെ പല ക്ലയൻസ്, പാർട്ട്നേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഗവൺമെൻറ്റിൽ നിന്നും ഫാക്കൽറ്റീസ് ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു. ഞാൻ ഈ സ്പീക്കേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ ചീഫ് മിനിസ്റ്റർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ P. രാജീവ് എന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ ഇൻഡസ്ട്രീസിൻ്റെ, പിന്നെ IBMൻ്റെ വൈസ് പ്രസിഡൻസ്, പിന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി, അങ്ങനെ ഒരുപാട് പേര്, പല IASകാർ, പിന്നെ നമ്മുടെ ചീഫ് CDO എന്നൊക്കെ ചീഫ് ഡാറ്റ ഓഫീസേഴ്സ്, പല കമ്പനികളുടെ CEOs, അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ GenAI കോൺക്ലേവ് എന്നുള്ളത്. നമുക്ക് ഇവരുടെ ഒക്കെ സെഷൻസ്, ഇവരുടെ ടോക്ക്, ഇതിൻ്റെ ലൈവ് റെക്കോർഡിങ്സ് യൂട്യൂബിലുണ്ട്. ഒക്കെ 1 hour 1.5 hour ടോക്കുകളാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോക്കുകളാണ്. അനുകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരള IT മിഷൻ്റെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള, അങ്ങനെ പല ആളുകളും, ഫെഡറൽ ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അങ്ങനെ പല ആളുകളും പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ബേസിക്കലി ഇവരെല്ലാവരും പറയുന്നത്, പിന്നെ അതുപോലെ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ഉണ്ട്, അനൂപ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പല ആളുകളും ഈ പ്രോഗ്രാമിലുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ്. പലരും ഇത്തരത്തിൽ AI ട്രെയിനിങ്ങുകൾ ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, നമ്മുടെ സിലബസുകളിൽ വരുത്തേണ്ട കാര്യങ്ങൾ എന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വളരെ ഒഫീഷ്യലായിട്ട് പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിൽ നമ്മളത് നമ്മുടെ സിലബസുകളിൽ മാറ്റങ്ങൾ കാണുന്നതാണ് ഈ സെഷൻസ് എന്നൊക്കെ നമുക്ക് ഗവൺമെൻറ് ആയാലും എല്ലാവരും പറയുന്നത്. ബേസിക്കലി ഞാൻ അന്നത്തെ സെഷനിൽ പറഞ്ഞ പോലെ AI സ്കില്ലുകളെ വെച്ചിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കില്ലുകളെ അപ്സ്കില്ല് ചെയ്യുക എന്നുള്ള ഒരു മെയിൻ അജണ്ടയാണ് ബേസിക്കലി ഈ കോൺക്ലേവിൻ്റെ ഒക്കെ ഒരു മെയിൻ പർപ്പസ്. പ്രത്യേകിച്ച് കേരളം പലരും പറയും ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അല്ല എന്ന്. പക്ഷേ കേരളത്തിനെ ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആക്കുന്ന രീതിയിലുള്ള പല പർപ്പസുകളാണ് ഇതിൻ്റെ ഒരു അജണ്ട. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടിക് സർജറീസിൻ്റെ ഒക്കെ പല സിമുലേറ്റേഴ്സും നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾക്ക് ഇപ്പോഴും റോബോട്ടിക് സർജറി എന്നൊക്കെ പറയുമ്പോൾ ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷനൊക്കെ ഒഴിവാക്കുന്ന രീതിയിൽ അതിനെ കുറച്ചുകൂടി പ്രൂഫുകൾ അവർ കാണിക്കുന്നുണ്ട്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് റോബോട്ടിക് സർജറി മെത്തേഡുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ആക്യുറസി കാര്യങ്ങളൊക്കെ അവരതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ യൂസ് കേസസുകളൊക്കെ ഈ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു അജണ്ട ആയിരുന്നത്. അജണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കോൺഫറൻസുകൾ, കോൺക്ലേവുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഞാൻ വേറെയും ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 10-12 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് അറിയാം. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് സയൻറ്റിസ്റ്റ്, ഒരുപാട് ആളുകൾ, നല്ല ഡിന്നറും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത്തരത്തിലുള്ള AIയുടെ ഒക്കെ ചില പ്ലേ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാവും ഇത്തരം കോൺഫറൻസുകൾ. ബേസിക്കലി ഇതൊരു ഫെസ്റ്റിവൽ പോലെയാണ്, നമ്മളൊരു പെരുന്നാളൊക്കെ പോലെ ടെക്നോളജിയുടെ ഒരു ഫെസ്റ്റിവലാണ് ഇത്തരത്തിലുള്ള കോൺക്ലേവുകളും കോൺഫറൻസുകളും. ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് ബേസിക്കലി നമ്മളൊരു ടേബിൾ ടെന്നീസിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പേർക്ക് ഇതിൻ്റെ ബാറ്റ് പിടിച്ചിട്ട് ടേബിൾ ടെന്നീസ് TT കളിക്കാം. അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ നമ്മളൊരു 1 minute 2 minute കളിച്ച് കഴിഞ്ഞാൽ ആ ടേബിൾ ടെന്നീസിൻ്റെ ബാക്കിൽ ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ സ്ക്രീനിൽ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾ എത്ര മിസ് ഹാൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഫ്ലിപ്പ് ചെയ്തു, നിങ്ങളുടെ പോസ്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ആക്യുറസി എങ്ങനെയുണ്ട്, നമ്മുടെ ഷോട്ടിൻ്റെ സ്ട്രെങ്ത്ത്. അങ്ങനെ നമ്മൾ വെറുതെ 2 ബാറ്റ് വെച്ച് കളിച്ചാൽ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ അനാലിസിസുകളൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു AI ട്രെയിനർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്താ പറയുക, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, ഇത്തരത്തിലുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾ, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരുപാട് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, ഡ്രോണുകൾ, അങ്ങനെ ഒരുപാട് റോബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത്തരത്തിൽ AIയിൽ നമുക്ക് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം, ടീച്ചിങ്ങിലും സ്കൂളിങ്ങിലും ഒക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റീവ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് നാസയിലത്തെ ഒരു ആസ്ട്രോണറ്റ് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു സ്പീച്ചൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആൾ എന്താ പറയുക, നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സ്റ്റീവ് സ്മിത്ത് വളരെ പോപ്പുലറാണ്. ശരിക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആൾക്ക്, 10-15 വർഷമായിട്ട്. ഞാനൊക്കെ പണ്ട് കാണാറുള്ളൊരു യൂട്യൂബ് ചാനലാണ് സ്റ്റീവ് സ്മിത്തിൻ്റെ. വളരെ സിമ്പിളായിട്ട് സ്പേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളാണ് ഈ സ്റ്റീവ്.
അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പീച്ചും ആളുടെ പല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ബിസിനസ് ആൻഡ് ലൈഫ് ലെസൺസ് ഫ്രം 28,000 കിലോമീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ 28,000 കിലോമീറ്റർ ഹൈറ്റിൽ നിന്നുകൊണ്ടുള്ള ലൈഫ് ലെസൺസ് ആണ് ആൾ പറയണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പാനൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻകർ റോബോട്ടിക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ അത്തരത്തിലുള്ള ഇൻകറിലൊക്കെ വിസിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചാൽ തന്നെ ഇത്രയും സമയവും കാശൊക്കെ പോയി. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വളരെ ഇൻട്രാക്റ്റീവ് ആക്കാൻ നോക്കുക. നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ പെയിലായിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനോട് കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്യാൻ നോക്കുക. അതിനോട് കുറച്ച് ഓരോ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ ആ ഇന്നോവേഷൻസിനോടൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കുക. അതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെയും സെഷൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സെഷൻസ് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഈ GenAI കോൺക്ലേവ് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ ബ്രീഫായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നിങ്ങളതിനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഒരു 45 മിനിറ്റ്സിൽ ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങളതിനൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ അജണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളതിനൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനും അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ചിട്ട്, പ്രത്യേകിച്ച് ന്യൂറാലിങ്ക്, അതുപോലെ തന്നെ അതിൻ്റെ സബ്സിഡറി ആയിട്ട് നമ്മൾ പറഞ്ഞ GenAI കോൺക്ലേവിനെ കുറിച്ച്. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് മനസ്സിലായി ഈ ഒരു കാര്യത്തെക്കുറിച്ച്? നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ന്യൂറാലിങ്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കണ്ടിരുന്നു, അതിന്റെ ചെറിയൊരു വീഡിയോ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബേസിക്കലി ഇത് എന്താ പറയുക, പുതിയ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ അധികം വൈകാതെ വരും കേട്ടോ. അതൊക്കെ അതിനുള്ള ഒരുപാട് ഡിസ്കഷൻസൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ടെസ്ല കാറുകളുടെ കാര്യം പറഞ്ഞ പോലെയാണ്, വളരെ ലേറ്റ് ആവാതെ തന്നെ ടെസ്ലയൊക്കെ ആയിട്ട് ഒരുപാട് കൊളാബറേഷൻസ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പല ടാക്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് ഓട്ടോണമസ് കാറുകളൊക്കെ നമ്മൾ അധികം വൈകാതെ കാണാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ടെസ്ല ഒരു 8 years അല്ലെങ്കിൽ ഒരു 10 year മുമ്പ് US ഓട്ടോണമസ് കാറുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ത്യയിലും ഇത്തരത്തിലൊരു 10 yearന് ശേഷം നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഇത് വരും എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ ടെക്നോളജി ആണെങ്കിൽ US ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10 yearൻ്റെ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ നാട്ടിലും ഇത്തരം ഓപ്പറേഷൻ, സർജിക്കൽ, റോബോട്ടിക് സർജറി, അങ്ങനെ പല ടെക്നോളജിയും വരുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സാബിൻ, പിന്നെ വല്ല ഡൗട്ടുകൾ കാര്യങ്ങൾ സാബിൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നോ? കേട്ടിട്ടുണ്ടോ? ഷുവർ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇലോൺ മസ്ക് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ തന്നെയാണ്. ഇവ കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ എത്തിക്കൽ കൺസേൺസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡാറ്റ പ്രൈവസി കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, അങ്ങനെയൊക്കെ പരിഗണിക്കുമ്പോൾ ഡാറ്റ പ്രൈവസി, ഡാറ്റയാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ വക കാര്യങ്ങളിൽ ഒരു സൈഡിൽ ഇതിങ്ങനെ മുന്നേറുക, ഒരു സൈഡിലെ ഡാറ്റ പ്രൈവസി കൺസേൺസ് മുന്നേറുമ്പോൾ അതെങ്ങനെ ഒരുമിച്ച് പോകും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് അമൽ സാറിന്റെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കറക്റ്റാണ്. അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ പ്രൈവസി എന്നുള്ളതൊരു വളരെ കൺസേണിങ് ആയിട്ടൊരു ടോപ്പിക്കാണല്ലോ. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാർ എന്താ ചെയ്യണമെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ മൊബൈലിൽ നോക്കുന്നുണ്ട്, അപ്പോൾ നമ്മളെങ്ങനെ എത്തിച്ച് നോക്കേണ്ട, അതൊക്കെ വളരെ ബാഡായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി കാര്യങ്ങളുണ്ട്. ഓൺ റൂം എന്നൊക്കെ പറയണ പോലെ എല്ലാവർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ
ഇപ്പോൾ ഈ അലക്സ, എൻ്റെ വീട്ടിൽ അലക്സ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഈ ആമസോൺ അലക്സ. അപ്പോൾ അത് ന്യൂസിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും അലക്സ നിങ്ങളുടെ ലിവിങ് റൂമിൽ വെക്കരുതെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പറയണത് അലക്സ എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വോയിസ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അലക്സ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവരതിനെ ചിലപ്പോൾ മിസ്യൂസ് അല്ല ഉദ്ദേശിച്ചത്, അവരതിനെ പല അഡ്വർടൈസ്മെൻറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളതിലിപ്പോൾ മൊബൈലിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ ബാർബിക്യൂ നേഷനിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ സംസാരിച്ച എൻ്റെ മൊബൈലിൽ അത് റെക്കോർഡായിട്ടുണ്ടാവും. എനിക്ക് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ബാർബിക്യൂ നേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. KFC എന്നൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻസ്റ്റഗ്രാമിൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് വരാറുണ്ട്, യൂട്യൂബിലൊക്കെ വരാറുണ്ട്. ഞാൻ അത് ആലോചിക്കുമ്പോൾ പിന്നെ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ സംസാരിച്ച കീവേഡുകൾ ഇത് മൊബൈൽ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ഈ കമ്പനികൾക്ക് കൊടുത്ത് കമ്പനികൾ നമുക്കൊരു പരസ്യം തരാണ്, ഒരു ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ കമ്പനികൾ വിചാരിക്കുന്നത് ഓക്കെ ഇവൻ ഇങ്ങനെ ഒരു KFC എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അവന് KFCയിൽ പോകാനൊരു പ്ലാൻ ഉണ്ട് ഈ വീക്കെൻഡിൽ, ഓക്കെ വീക്കെൻഡ് വരുന്നുണ്ട്, അപ്പോൾ അവന് വേഗം ഒരു ഓഫർ കൊടുക്കാം, അപ്പം വേഗം അല്ലെങ്കിൽ ഒരു സാറ്റർഡേ ഓഫർ, വെൻസ്ഡേ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ വേഗം പോയിക്കോളും. അപ്പോൾ അവർക്കൊരു കസ്റ്റമറിനെ കിട്ടി. അപ്പോൾ അത്തരത്തിൽ പല യൂസേജ് ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. നമ്മുടെ ഡാറ്റകൾ പ്രൈവസിയൊക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ന്യൂറാലിങ്ക് പോലത്തെ ഒരു കാര്യത്തിൽ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിലാണ് നമ്മുടെ എല്ലാ ഓർമ്മകളും എല്ലാ സീക്രട്ടുകളും പല കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എക്സ്പോസ്ഡ് അല്ല ബേസിക്കലി, അതൊക്കെ എന്താ പറയുക സ്റ്റോർഡ് ആവുകയാണ്, ഒരു ക്ലൗഡിലെ ഒരു സെർവറിലേക്ക് സ്റ്റോർഡ് ആവുകയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് വളരെ എൻക്രിപ്റ്റഡ് ആയിരിക്കും തന്നെയാണ് പറയണത്. നമ്മുടെ ഇമെയിലൊക്കെ പോലെ നമ്മുടെ ഇമെയിൽ എൻക്രിപ്റ്റഡ് ആണ്, നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ വാട്സപ്പ് ഇതൊക്കെ എൻക്രിപ്റ്റഡ് ആണ്. അതായത് ഒരിക്കലും വേറെ ആൾക്ക് മാത്രമല്ല ആ കമ്പനിക്ക് പോലും നമ്മുടെ വാട്സപ്പോ ഇമെയിലോ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻസ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തും വാട്സപ്പിലും ഇമെയിലൊക്കെ സംസാരിക്കാം, കാരണം അതൊക്കെ എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ഇതും ഇത്തരത്തിൽ വളരെ സ്ട്രോങ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതിൻ്റേതായിട്ടുള്ള ലീഗൽ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്കൊന്നും പെട്ടെന്നൊന്നും എടുത്ത് വായിക്കാനോ അതിൽ മിസ്ലീഡ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാരണം ലൈഫൊക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിലാണല്ലോ, ഡിജിറ്റൽ ലൈഫാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. താങ്ക് യു സാർ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇന്നെടുത്തതിന്റെ ഭാഗമായിട്ടോ നിങ്ങൾ സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാവുന്ന ഒരു അവസരമാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാണെങ്കിൽ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ശീതൽ സാബു ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, സാർ കാണുന്നുണ്ടോ? ഓക്കെ, കൊമേഴ്സ് റിലേറ്റഡ് ആയ ടൂൾസ് ഉണ്ടോ സാർ? ലാസ്റ്റ് സെഷൻ യെസ് അത് ഞാൻ സബിൻ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് ടൂളുകൾ ഞാൻ ആക്ച്വലി കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ബേസിക്കലി അത് അത്രയ്ക്ക് എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ ഇപ്പോൾ വിസിബിൾ ആണോ? പ്രസന്റേഷൻ ആയിട്ടില്ല സാർ. പ്രസന്റേഷൻ ആയിട്ടില്ല അല്ലേ? അപ്പോൾ ബേസിക്കലി കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലെന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് AI വരുന്നൊരു ഏരിയ അല്ല ഈ കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ടൂളുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിസിബിൾ ആണോ ഈ ലിസ്റ്റ്? ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ഒരു ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ കൊമേഴ്സിൽ അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ എക്കണോമിക്സിലൊക്കെ കുറച്ച് ടൂളുകളുണ്ട്. ഞാൻ പറഞ്ഞു ബേസിക്കലി AI എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഇത് ഒരു എന്താ പറയുക ഒരു മെമ്മറി മാപ്പിംഗ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു ലീഗൽ കാര്യങ്ങളിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പണ്ടത്തെ കേസുകൾ, പണ്ടത്തെ ഡാറ്റ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മളിപ്പോൾ ChatGPT ആണെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ, ആ ഡാറ്റേനെ ട്രെയിൻ ചെയ്ത മോഡൽ ഡാറ്റേനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഡാറ്റ ജനറേറ്റ് ചെയ്യുക, ഒരു പുതിയ കാര്യം പ്രെഡിക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. കൊമേഴ്സ്, അക്കൗണ്ടിങ്, എക്കണോമിക്സ് പോലത്തെ കാര്യങ്ങളിൽ ബേസിക്കലി നമുക്ക് കണ്ടപ്പോൾ ഇതിലിപ്പോൾ ഒരു ടൂള് കൊമേഴ്സിൽ പറയണത് ഇറ്റ്സ് എ സെയിൽ ഫോഴ്സ് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. നിങ്ങൾക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ഇറ്റ്സ് ആൻ AI ലെയർ ഇൻറ്റഗ്രേറ്റഡ് വിത്തിൻ സെയിൽസ് ഫോഴ്സ് പ്രൊവൈഡിങ് ഇൻസൈറ്റ് ആൻഡ് പ്രഡിക്ഷൻസ് ഫോർ സെയിൽസ് ആൻഡ് കസ്റ്റമർ ഇൻട്രാക്ഷൻ. അപ്പോൾ ശരിക്കും ഇതൊരു ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ചില ഡാറ്റകളൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ ആ ഡാറ്റേനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സൽ ഷീറ്റ് പോലെയോ അത്തരത്തിലുള്ള ഡാറ്റകൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു സെയിൽസിൻ്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ആ സെയിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യും, അത്തരത്തിലുള്ള ചില പ്രഡിക്ഷൻസുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ സെയിൽസ് ഫോഴ്സ് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഡോബിൻ്റെ ഒക്കെ ചില ടൂളുകളുണ്ട്. അപ്പോൾ ഈ ടൂളുകളൊക്കെ ബേസിക്കലി നമുക്ക് ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റേനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രഡിക്ഷൻസ് കാര്യങ്ങൾക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻറ്റ്യൂറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ടൂളുണ്ട്. അതൊരു ഓട്ടോമേറ്റ് ബുക്ക് കീപ്പിംഗ് ടാസ്ക് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ഫിനാൻഷ്യൽ ഹെൽത്ത്. അതായത് നമ്മുടെ ബാങ്കിങ്ങിൻ്റെ ഒക്കെ ട്രാൻസാക്ഷൻസ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ നമ്മൾ ഫുഡിലാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യണത്, അതോ നമ്മൾ ക്ലോത്ത്സിലാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യണത്. കാരണം നമ്മൾ ഓരോ GPay ചെയ്യുമ്പോഴും നമ്മൾ അറിയണില്ല. പക്ഷേ ഈ ടൂൾ വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്പെൻഡിങ് എവിടെയാണ് കൂടുതലുള്ളത്, അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള നമുക്ക് ഓരോ ഇൻസൈറ്റുകൾ തരാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റ്യൂട്ട് ക്വിക്ക് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂള്. അപ്പോൾ ഈ സെറോ എന്ന് പറഞ്ഞ ടൂളുണ്ട്, അതും ഇത്തരത്തിലുള്ളൊരു ടൂൾ തന്നെയാണ്. പിന്നെ ഒരു എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട് IBMൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സൻ്റെ ഒരു അനലറ്റിക് ടൂളുണ്ട്. അപ്പോൾ ഈ വാട്സൺ അനലറ്റിക്സ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റിസർച്ച് പേപ്പറുകൾ അങ്ങനത്തെ കാര്യങ്ങൾ അതിനൊക്കെ അനലൈസ് ചെയ്യാനും അതിൻ്റെ ഇപ്പോൾ ഒരു പേപ്പറൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പറിലുള്ള എന്തെങ്കിലും റിസർച്ച് ഗ്യാപ്പുകൾ കണ്ടുപിടിക്കുക, പ്രത്യേകിച്ച് അക്കൗണ്ടിങ്, എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ IBM വാട്സൺ അനലിറ്റിക്സിൽ പോയിട്ട് നമുക്ക് എക്കണോമിക് അങ്ങനത്തെ ഏരിയ സബ്ജക്റ്റിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ഫൈൻഡിങ്സുകൾ അങ്ങനെയൊക്കെ PhD ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് SOA അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു അനലറ്റിക്സ് എന്നുള്ളത്. പിന്നെ അത്തരത്തിലുള്ള ചില ടൂളുകളാണ് ഞാൻ കണ്ടത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ടീച്ചിങ്ങിലോ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കൊമേഴ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ ശരിക്കും ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാനത് സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ സബ്ജക്റ്റ് കൂടെ അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഫെമിലർ ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷേ ഞാൻ പിന്നെ സെർച്ച് ചെയ്തു. പക്ഷേ എനിക്കങ്ങനെ ടീച്ചിങ്ങിൽ നമുക്ക് കൊമേഴ്സ് എങ്ങനെ ഉപകരിക്കുക എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ടൂളുകൾ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്കൊരു വേറെ കാര്യം ചെയ്യാന്നുള്ളത്, എനിക്ക് കൊമേഴ്സിൽ എങ്ങനെയാണ് ടീച്ചിങ് നടക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു ഏരിയയിൽ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒരു ദിവസം. കൊമേഴ്സിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്ലാസ് എങ്ങനെയായിരിക്കും. കാരണം ഞാനിപ്പോൾ അന്ന് ബയോളജി, ഫിസിക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു വെർച്വൽ എക്സ്പെരിമെൻറ്റുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ കാരണം ഞാനും ഫിസിക്സും സുവോളജിയൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയായിരിക്കും സിലബസ്, എങ്ങനെയായിരിക്കും സബ്ജക്ട്സ് എന്ന്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കൊമേഴ്സിന് ഞാനങ്ങനെ നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്നുകൂടി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് നമ്മളൊന്ന് നോക്കിയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ ഒരു അപ്രോച്ചിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കൊമേഴ്സ്, അക്കൗണ്ടിങ്, എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ചില ടൂളുകളാണ് കണ്ടത്. പക്ഷെ അത് കൂടുതലും ഒരു ഡാറ്റേനെ ബേസ് ചെയ്തിട്ടുള്ള പ്രഡിക്ഷൻസും ഒരു ഡാറ്റേനെ ബേസ് ചെയ്തിട്ടുള്ള അനലറ്റിക്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ടൂളുകളാണ് ഞാൻ കണ്ട ഏരിയയിൽ അല്ലെങ്കിൽ ലേണിംഗ് ഇതിൽ വരുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, സാബിൻ സാറ് വഴി ഞാൻ കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളും അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യുക. ബേസിക്കലി ഇത്
ഇൻ്റർനെറ്റാണ്, ഇത് ഗൂഗിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈലും ഇൻ്റർനെറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ AI ടൂൾസ് ഫോർ എക്കണോമിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയനെ കുറിച്ച് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇപ്പോൾ ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫിസിക്സിൻ്റെ എക്സ്പെരിമെൻറ്റുകളാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ഫിസിക്സ് ആ രീതിയിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള പുതിയ ടൂളുകൾ കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് ടൂളുകൾ ഓരോ മന്തിലും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകണം, എന്നാലാണ് നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിതിൽ പുതിയ എന്തെങ്കിലും ലേണിങ്ങും ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിച്ച എന്തെങ്കിലും വരാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളന്ന് പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ട്രൈ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. കുഴപ്പമില്ലാതൊക്കെ നമ്മൾ പതുക്കെ ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക. നമുക്കൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ, ഒരു ക്ലാസ്സൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ട്രൈ ചെയ്യുക. അത് നമ്മൾ അത്തരത്തിൽ ഒന്ന് ആ രീതിയിൽ ആ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്കുകൾ ചെയ്യാം. നമ്മൾ ഒരു കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാതെ പുതിയ ടൂളുകൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ടൂളുകൾ കുറച്ചുകൂടി ഫെമിലറൈസ്ഡ് ആവും. നമ്മളങ്ങനെ ഫെമിലറൈസ്ഡ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ കൂടുതലും ഹാൻഡ് ഷേക്സ് ചെയ്യാൻ പറ്റുമോ നോക്കുക ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ. ഓക്കെ സെവൻ. യെസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. സാർ ഒരു കാര്യം, ഓക്കെ, ഇപ്പോ EEG ECG അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ലിങ്ക് ചെയ്ത കാരണം ചോദിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങള് ന്യൂറാലിങ്ക് ആയിട്ടൊരു ലിങ്ക് വരും എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ പോകുന്ന ഇപ്പോ സ്ട്രോക്ക് അല്ലെങ്കിൽ സീഷർ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരത്തെ അറിയാൻ പറ്റുമെന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളൊക്കെ വേഗം അറിയാനായിട്ട് പറ്റുമോ എന്നുള്ളത്. പിന്നെ അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിലെന്തൊക്കെയായിരുന്നു വെച്ചാൽ, ഞാൻ ഈ അടുത്ത് ഒരു കമ്പനി കണ്ടിരുന്നു. അപ്പോൾ ഈ കമ്പനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 23andMe എന്നാണ് കമ്പനിയുടെ പേര്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ 23andMe? ഓക്കെ, അപ്പോൾ ഈ കമ്പനി ഇത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയിലൊക്കെ ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിനെ ഡാറ്റേനെ അനലൈസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യണത്. പക്ഷേ ഇതൊക്കെ വഴി നമ്മുടെ DNA ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ഈസി. $120, ഏകദേശം ഒരു 12,000 റുപ്പീസ് 13,000 റുപ്പീസിൻ്റെ ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്താൽ കണ്ട നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്റ്റോറി, അതായത് നമ്മുടെ ആൻസസ്ട്രി കോമ്പോസിഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒരു 10 ഗ്രാൻഡ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏഷ്യൻ ആണോ, നമ്മൾ വല്ല യൂറോപ്യൻ ബ്രാഞ്ചിൽ നിന്നാണോ, അതോ വല്ല പാഴ്സീസ് ആണോ, ആഫ്രിക്കൻസ് ആണോ, അങ്ങനെയൊക്കെ നമ്മൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് ഉള്ളതെന്നുള്ളതിൻ്റെ എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീനുകളിലുണ്ട്, ജെനറ്റിക്സിലുണ്ട്, DNAയിലുണ്ട്. ആ ജീനിനെ അനലൈസ് ചെയ്യണ ഒരു ടെസ്റ്റാണ്, ഒരു ടൂളാണിത്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യണമെന്നൊരു പ്ലാനുണ്ട്. ഞാൻ മിക്കവാറും ഈ വർഷം ഇതൊരു 12,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഇതിലറിയാൻ പറ്റുക, ഇതിൽ നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് ഇപ്പോൾ ചില ആളുകൾ പറയും യുവർ ഹെയർ ഈസ് മോർ ലൈക്ലി ടു ലൈറ്റൻ വിത്ത് സൺ എക്സ്പോഷർ. അതായത് പല ആളുകൾക്കും പറയാറുണ്ട് നമ്മുടെ ഗ്രേ ഹെയർ വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്നുള്ളത് സൺ എക്സ്പോഷർ വരുമ്പോഴാണെന്ന് പറയും. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ഒരു സൺ എക്സ്പോഷർ വരുന്നത് കൊണ്ടാണോ ഈ ഗ്രേ ഹെയർ വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു സിംഗിൾ എക്സാമ്പിൾ മാത്രമാണ്. അതായത് വളരെ വിയേർഡായിട്ടുള്ളതും വളരെ വണ്ടർഫുള്ളായിട്ടുള്ള പല നമ്മളെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാം. യു ഹാവ് എ സ്ലൈറ്റ്ലി ഹയർ ദാൻ ആവറേജ് ഓഡ്സ് ഓഫ് ഹേറ്റിംഗ് ദ സൗണ്ട് ഓഫ് ചൂയിങ്. അപ്പോൾ ചിലർക്ക് ചൂ ചെയ്യണ ശബ്ദം ഇഷ്ടമല്ല,
അപ്പോൾ നമുക്ക് അത് അങ്ങനത്തെ വളരെ വിയേർഡായിട്ടുള്ള പല കാര്യങ്ങൾ നമുക്കിതിൽ കണ്ടുപിടിക്കാം. പിന്നെ നമുക്കിതിൽ നമ്മുടെ ഹെൽത്ത്, നമുക്കിതിൻ്റെ എന്താ പറയുക, നമുക്ക് സാധ്യതയുള്ള പല ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ഇതിൽ കണ്ടിരുന്നു. ഓക്കെ, ബേസിക്കലി ഇതിൻ്റെ കാര്യത്തിലുള്ള, അതായത് നമുക്ക് ജനറ്റിക്കലി വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ. അപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ജീനുകളാണ്. ബേസിക്കലി നമ്മുടെ ഉള്ളിലുള്ള ചില ജീനുകൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ തരത്തിലുള്ള എന്താ പറയുക P350 എന്നൊക്കെ പറഞ്ഞിട്ട് ചില ജീനുകളുണ്ട്. അപ്പോൾ ഈ ജീന് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ, യു ഹാവ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് ക്യാൻസർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇത്തരത്തിലുള്ള ജനറ്റിക് ടെസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക്, ഇതൊക്കെ വളരെ AI ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ടെസ്റ്റുകളാണ്. ഞാൻ ഇതിൻ്റെ AI സൈഡ് പറയണില്ല എന്നുള്ള, വളരെ മാസീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിൽ വരുന്നത്. ഇതൊക്കെ വളരെ റീസെൻ്റ്ലി വന്നൊരു കമ്പനിയാണ്. മീൻസ് ഈ പ്രൊഡക്റ്റൊക്കെ വളരെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് ബേസിക്കലി ഒരു ക്യാൻസർ വരാനുള്ള ചാൻസ്, ഡയബറ്റീസ് വരാനുള്ള ചാൻസ്, അൽഷൈമേഴ്സ് വരാനുള്ള ചാൻസ്, ഇത്തരത്തിലുള്ള ന്യൂറോളജിക്കലി അതുപോലെ ജനറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ, ജനറ്റിക്കലി നമുക്ക് ആ ട്രാൻസിഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പാരൻസിന് രണ്ടുപേർക്കും ഒരു ക്യാൻസറസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ജനറേഷനിൽ ഓസ്പ്രിങ്സിൽ ഫാമിലിയലായിട്ടുള്ള ക്യാൻസറസ് ഇതുണ്ട്, ഫാമിലിയൽ എന്ന് പറയുമല്ലോ. അപ്പോൾ ഫാമിലിയലായിട്ടുള്ള ഓൺസെറ്റുകളുണ്ടോ ഓഫ്സെറ്റുകളുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാൻ ഇത്തരത്തിൽ പറ്റും. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് ന്യൂറാലിങ്ക് മാത്രമല്ല, ന്യൂറാലിങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇംപ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എന്താ പറയുക ടൂളുകൾ വെച്ചിട്ട് നമുക്ക് പല അസുഖങ്ങളും പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഇന്നത്തെ കാലത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഇങ്ങനെ നമുക്ക് യൂട്യൂബിലൊക്കെ പല ആളുകളും ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഐ ടുക്ക് ദ 23andMe DNA ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് സം ഷോക്കിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് മൈ ഹെൽത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തിനൊക്കെ പറ്റിയിട്ടുള്ള പല ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ജീനിലുണ്ട് ഇതിൻ്റെ ഡാറ്റാസ്. അപ്പോൾ അതിൻ്റെ പ്ലാനുകൾ, അതിൻ്റെ പല കാര്യങ്ങളൊക്കെ അവരിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ന്യൂറാലിങ്ക് വഴി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കതിനെ അത്തരത്തിലുള്ള ജീനുകളുടെ മ്യൂട്ടേഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത്തരത്തിലുള്ള 23andMe പോലത്തെ കമ്പനികൾ വഴി നമുക്ക് ഇൻവേസീവ് അല്ലാതെ തന്നെ നമുക്ക് പല രീതിയിലും ഇത്തരത്തിൽ നമുക്ക് പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ആയി വരണുള്ളൂ. ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ്സിലൊക്കെ പല കാര്യങ്ങളും വളരെ ഫോർവേഡായിട്ട് നടക്കുന്നുണ്ട്. നമ്മളത് അറിയണം, ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ലിമിറ്റഡായിട്ട് പോണു. പക്ഷെ നമുക്കതൊക്കെ നമ്മുടെ നാട്ടിലും അധികം വൈകാത്തതൊക്കെ വരും ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസ്. അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് ആ ജീനുണ്ട്, ഓക്കെ, അപ്പോൾ അതൊരു സ്റ്റൊമക്ക് ക്യാൻസറിന് റിലേറ്റഡ് ആയിട്ടുള്ള ജീനാണ്. അപ്പോൾ നമുക്കതിനനുസരിച്ച് ടേക്ക് കെയർ ചെയ്ത് പോവാം. നമുക്കൊരു ഏർലി ഡയഗ്നോസിസൊക്കെ ചിലപ്പോൾ നടത്താം. ചില ന്യൂസിലൊക്കെ പറയണത് നമുക്ക് ഇത്തരത്തിലുള്ള ജീൻ എഡിറ്റിങ് പോസിബിളാണ്. അപ്പോൾ നമുക്ക് ആ P350 എന്ന് പറഞ്ഞ ജീൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജീനിൻ്റെ ഇൻഹിബിഷൻ, അതിൻ്റെ മ്യൂട്ടേഷനെ സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും ഇൻഹിബിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓൾറെഡി അത് അവൈലബിൾ ആണ്. ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഞാനിപ്പോൾ അതിന് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്. അത് നമുക്ക് ഏർലി പ്രഡിക്ഷൻസ്, അതുപോലെ തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യാം, ഏർലി ഡയഗ്നോസിസിനൊക്കെ ഇത്തരം ടെക്നോളജികൾ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഇത്തരത്തിൽ? നമുക്ക് എന്തെങ്കിലും വല്ല ക്രേസി ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചുമ്മാ ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രം. സാർ, ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മളിത് പെർമനന്റ് ആയിട്ടല്ലേ നമ്മുടെ ബ്രെയിനിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇംപ്ലാന്റ് ചെയ്യണത്. അപ്പൊ നമ്മളുടെ ലൈഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് എന്ത് ചെയ്യാ? ഇത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് റിമൂവ് ചെയ്യാണോ ചെയ്യാ? ഇതിൻ്റെ ന്യൂസിൽ ഞാൻ മനസ്സിലാക്കിയേക്കണത്, ഞാൻ പറഞ്ഞു, നമുക്കൊന്നും ഇപ്പോഴും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡാറ്റ അവൈലബിൾ അല്ല.
ഞാൻ മനസ്സിലാക്കിയേക്കണത് ഇത് ഇംപ്ലാന്റ് ചെയ്യാനും പറ്റും, അത് റിമൂവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ റോബോട്ടിക് സർജറി വെച്ചിട്ട് നമുക്കത് ഇംപ്ലാന്റ് ചെയ്യാനും പറ്റും, നമുക്കത് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രം. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നമ്മളിപ്പോൾ ഒരു ഓൾറെഡി ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പാപ്പനൊക്കെ അങ്കിളൊക്കെ പറയാറുണ്ട്, ജർമ്മനിലൊക്കെ നമുക്കിപ്പോൾ ഈ വാച്ച് പോലെ ഒരു ചിപ്പ് അത് നമ്മുടെ ഇതിൽ വെക്കാം. അപ്പോൾ ഈ CGM എന്നൊക്കെ പറയും, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മെഷറിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഭവം നമ്മുടെ കയ്യുമ്മേ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പനി വരികയാണ്. പനി വരുമ്പോൾ നമുക്കിപ്പോൾ പാരസെറ്റമോൾ കഴിക്കണം. അപ്പോൾ നമ്മൾ പനി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പാരസെറ്റമോൾ കഴിച്ചു, ചിലപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് അടുത്തൊരു പാരസെറ്റമോൾ, അപ്പോൾ ഡോളോ ആരെങ്കിലും എന്താ വെച്ചാൽ $650 കഴിച്ചു. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കഴിക്കണത്. പക്ഷേ ശരിക്ക് നമുക്കൊരു ഫീവർ 102 ഫീവർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 1250 മില്ലിഗ്രാം ഓഫ് പാരസെറ്റമോൾ ചിലപ്പോൾ വേണ്ടി വരുള്ളൂ. അതിൻ്റെ ഫ്രീക്വൻസിയിൽ നമ്മുടെ ബോഡിയിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പനീനെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പകരം നമ്മളെന്താ കഴിക്കുക, നമ്മൾ ഒരു ദിവസം 3 ഡോളർ കഴിച്ചു, ഒരു 4 മണിക്കൂർ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ 6 മണിക്കൂർ ഗ്യാപ്പിൽ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു സേഫ്റ്റിക്ക് വേണ്ടി വീണ്ടും ഡോളർ കഴിച്ചു. ഞാൻ പറഞ്ഞത് നമ്മളപ്പോൾ കുറേ പാരസെറ്റമോൾ നമ്മുടെ ഉള്ളിലേക്ക് എത്താം. ഒട്ടും നല്ലതല്ല ഈ ഡോളോ എന്നുള്ളത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള, നമ്മുടെ ലിവറിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം ചിപ്പുകൾ വഴി നമുക്ക് കൺട്രോൾഡായിട്ട് നമുക്ക് വേണ്ട മെഡിസിൻസ് കൃത്യമായിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട ആ ഒരു ഗ്യാപ്പിൽ, ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു ഡോസിൽ, ആ ഒരു സ്കെയിലിൽ ഇത്തരം കൊടുക്കാൻ പറ്റുന്ന മെഷീനുകൾ ഓൾറെഡി ഉണ്ട്, യൂറോപ്പിലുണ്ട്. ഒരു 6-7 വർഷം മുമ്പ് പേപ്പനോട് പറയാറുണ്ട്, അവിടെ ആളുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്തരം സാധനങ്ങൾ വന്നിട്ടില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ കഴിക്കുന്നേ. അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ, സ്മാർട്ട് ബാൻഡ് പോലത്തെ ഒരു സാധനമാണ്, അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും മെഡിസിനൊക്കെ. അത് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട സമയത്ത് വേണ്ട എമൗണ്ടിൽ അത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഇൻവേസീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻവേസീവാണ്. നമ്മൾക്കിങ്ങനെ വാച്ച് പോലെയല്ല, ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് സർജറി വഴി ചെയ്യണതൊക്കെ ആയിരിക്കും. പെയിനൊന്നും ഉണ്ടാവുന്ന, പെയിൻ്റെ കാര്യം നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് റിമൂവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതിനൊരു റോബോട്ടിക് സർജറി തന്നെ വേണ്ടി വരും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഡെത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിത് വേണ്ട എന്നുള്ളൊരു പോയിന്റിലൊക്കെ വരുമ്പോൾ അത് സർജറി വഴി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയേക്കുന്നത്. അല്ലാതെ നമ്മളെ കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതൊരു ഇൻവേസീവ് പ്രൊസീജിയർ ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചെറിയ വല്ല ഡൗട്ട്സോ ഡിസ്കഷനോ എന്തെങ്കിലും? ഇല്ലാന്ന് തോന്നുന്നു. ആർക്കെങ്കിലും പറയും, അല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കും. അതെ കൺക്ലൂഡ് ചെയ്യാം. അതെ ഞാൻ പറഞ്ഞു, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സെഷനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയുള്ള ഒരു പുതിയ കാര്യം നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, പിന്നെ നിങ്ങളൊന്ന് അവെയർ ആവുക ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട്. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് അവെയർ ആവുക എന്നുള്ളതാണ്. നമ്മളിതിൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്നോ ഇതിൽ റിസർച്ച് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു നട്ട്ഷെല്ലിൽ ഒരു 1 അവറിനുള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസങ്ങൾ പിടിക്കും. പക്ഷേ ഒരു ടോക്ക് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മോണോലോഗ് കേൾക്കുമ്പോഴൊക്കെ, ഒരു വ്ളോഗ് അത് കേൾക്കുമ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻ ഒറ്റയടിക്ക് കിട്ടും. കുറേ പുസ്തകങ്ങൾ വായിച്ച ഇൻഫർമേഷൻ ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട്. കാരണം ഇപ്പോൾ വായനയൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞു. ഇപ്പോൾ കൂടുതലും ഓഡിയോ ബുക്സുകളാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ നല്ലൊരു ഹാബിറ്റാണ് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ ടോക്കുകൾ കേൾക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഇൻഫർമേറ്റീവ് സെഷൻ, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ താങ്ക് യു സാബിൻ. ഒരു 2 വാക്ക് നന്ദി പറയേണ്ട ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ വലിയൊരു നന്ദി പ്രഭാഷണം ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മള് സെഷൻ നടത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് സെഷൻ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങളെ കൊണ്ട് അത് നീണ്ടുപോയതാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കിട്ടിയാൽ മതി എന്ന് അമൽ സാറിനോട് പറഞ്ഞപ്പോൾ സാറാണ് പറഞ്ഞത്, നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഡിസ്കഷൻ മാത്രമല്ലാണ്ട് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുറച്ച് സമയം കൂടുതൽ കാര്യം എന്നുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാന്ന് അമൽ സാറിന്റെ ഒരു അഭിപ്രായമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്
ഈ ഇപ്പോൾ കറന്റ് ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളായിട്ടുള്ള ഈ ന്യൂറാലിങ്കിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ സാധിച്ചു, അറിയാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ AI കോൺക്ലേവ് അതിനെ പറ്റിയിട്ടൊക്കെ സാർ വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. സോ ഒരുപാട് നന്ദി സാറിന്. പിന്നെ ഈ സെഷനിൽ പങ്കെടുത്ത ഇതാദ്യം ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള SJTC സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാനേജ്മെന്റിനും പ്രിൻസിപ്പൽക്കും അവിടുത്തെ ടീച്ചേഴ്സിനും പിന്നെ ഇതിന്റെ ബോട്ട് ബ്രെയിൻ ക്ലബിലെ അംഗങ്ങൾക്കും പിന്നെ ഇത് പങ്കെടുത്ത് ഈ ഡിസ്കഷനൊക്കെ വളരെ ആക്റ്റീവായി പങ്കെടുത്ത് ഈ ഒരു സെഷൻ ഫ്രൂട്ട്ഫുൾ ആക്കിയ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. സോ താങ്ക് യു വെരി മച്ച് ടു ഓൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ആൻഡ് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ.